എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ഒരേ വസ്തു ആവർത്തിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വരും. അതായത് ഒരേ വസ്തു തന്നെ ആവർത്തിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വരികയും പിന്നീട് 0 ആയി മാറുകയും പിന്നീട് നെഗറ്റീവായി മാറുന്ന ഒരു സ്ഥിതിയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതായത് എ പേഴ്സൺ കൺസ്യൂംസ് മോർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദ അഡീഷണൽ യൂണിറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റൈൻഡ് ഫ്രം consuming each unit tend to decrease. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇതൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ കഴിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമുക്ക് ആദ്യത്തെ ആപ്പിളിൽ നിന്നും കിട്ടുന്ന സന്തോഷമായിരിക്കില്ല രണ്ടാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ കിട്ടുക. അതിൻ്റെ സന്തോഷം കുറഞ്ഞു വരും. അതായത് മൂന്നാമത്തെ ആപ്പിൾ കഴിക്കുമ്പോൾ പിന്നെയും കുറഞ്ഞു വരും. അവസാനം നമ്മൾ 4ലോ 5ലോ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടില്ല എന്ന നിലയിലേക്ക് എത്തും. ഇനി വീണ്ടും നമ്മൾ ഒന്നും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ നെഗറ്റീവായിട്ട് മാറും. ഒന്നുകൂടി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു കാപ്പി കുടിക്കുകയാണ്. ആ കാപ്പി കുടിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യത്തെ കാപ്പി എന്താ ടേസ്റ്റ് എന്ന് തോന്നും. രണ്ടാമത് ഒരു കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുഴപ്പമില്ല എന്ന് തോന്നും. മൂന്നാമതൊരു കാപ്പി നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇത് അത്ര വലിയ ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് തോന്നും. നാലാമതൊരു കാപ്പി നമ്മൾക്ക് വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ അത് ബോറിംഗ് ആയിട്ട് തോന്നും. അതായത് ആവർത്തിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ്റെ അളവ് കുറഞ്ഞു വന്ന് അവസാനം 0യും പിന്നീട് നെഗറ്റീവിലേക്ക് മാറും. ഇത് തന്നെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി.